ദൈവത്തിന് മഹത്വം. നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. സകല ജാതികളെയും ഇരുപ്പുകോലാൽ ആളുകൾ ചെയ്യും ആൺപിള്ളയെ അവൾ பெற்றாள். அவளுடைய பிள்ளை தேவனிடத்திற்கும் அவருடைய സിംഹാസനത്തിനിടത്തിற்கும் എടുത്തുകൊള്ളപ്പെട്ടത്. ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് തിരുവെഴുത്തുകളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന, എല്ലാവരും മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ അതിനകത്തുണ്ട് എന്നും മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ ദൈവം യോഹന്നാനെ പത്മോസ് ദ്വീപിൽ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ അത്ഭുതമായി, അടയാളമായി കാണിച്ച ദർശനമാണെന്നും നമുക്കതിലൂടെ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. സംശയാലേശമന്യേ മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഈ ദർശനം അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരുവെഴുത്തുകളുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദർശനത്തെക്കുറിച്ച് ക്രിസ്തീയ ലോകത്തിൽ പെന്തിക്കോസ്ത് വിഭാഗങ്ങളിൽ തന്നെ വിവിധ ആശയങ്ങളുണ്ട് എന്ന് നാം നേരത്തെ ചിന്തിച്ചിരുന്നല്ലോ. ചിലർ ഈ ദർശനത്തെ വികലമായി തന്നെ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗത്തിൻ്റെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ നാം ചിന്തിക്കണം എന്നുള്ളതും നാം നേരത്തെ പഠിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ തുടക്കത്തിൽ കാണുന്നത് സ്വർഗത്തിൽ വലിയൊരടയാളം കാണാൻ. ദൈവത്തിന് സ്തോത്രം. ഈ കുട്ടി മുദ്രയിടപ്പെടുന്ന 144,000 യഹൂദന്മാരാണെന്നും ഈ സ്ത്രീ ഇസ്രായേലാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൂടാതെ മറ്റൊരു നല്ല കൂട്ടം ക്രിസ്ത്യാനികളും ഈ സ്ത്രീ കന്യാമറിയമാണെന്നും ഈ കുട്ടി കർത്താവായ യേശു ക്രിസ്തുവാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതിന് പല കാരണങ്ങളും അവർ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിലൊന്ന്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അവിടെ സ്ത്രീയെക്കുറിച്ചും സന്തതിയെക്കുറിച്ചും സർപ്പത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതാണെന്ന്. പക്ഷെ ഇത് വ്യക്തമായി വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സത്യങ്ങളേ ഉള്ളൂ. പ്രധാനമായും ഈ സ്ത്രീയെ കാണുന്നത് സ്വർഗസ്ഥലങ്ങളിലാണ്. ഇതൊരു അത്ഭുതമായി കാണപ്പെടുന്ന സ്ത്രീയാണ്. കാരണം അവൾ നിൽക്കുന്നത് ചന്ദ്രനിലാണ്. സൂര്യനെ ഭൂമിയുടെ 10 ലക്ഷത്തിലധികം മടങ്ങുള്ള ആ സൂര്യനെ അവൾ ധരിച്ചിരിക്കുന്നു. അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇത് ഈ ദർശനത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പിന്നീട് ആ സ്ത്രീയുടെ സ്ഥിതി എന്താണെന്നും ഈ കുട്ടിയുടെ അവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് കർത്താവായ യേശു ക്രിസ്തുവോ കന്യാമറിയമോ ഒന്നും അല്ലെന്ന് മനസ്സിലാക്കാം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് തുടർന്നുള്ള പഠനങ്ങളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഈ സ്ത്രീ നിൽക്കുന്ന ചന്ദ്രൻ ആരാണെന്നും അവൾ ധരിച്ചിരിക്കുന്ന സൂര്യൻ ആരാണെന്നും അവളുടെ തലയിലുള്ള 12 നക്ഷത്രങ്ങളുള്ള കിരീടം എന്താണെന്നും ഒക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നീട് നാം ചിന്തിച്ചത് സ്വർഗത്തിൽ കാണപ്പെട്ട മറ്റൊരടയാളം. ആ അടയാളം തീ നിറമുള്ള ഒരു മഹാസർപ്പം. ആ സർപ്പം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? അതിൻ്റെ വാൽ
ആകാശത്തോളം ഉയർത്തിയിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇങ്ങനെ ഈ ദർശനം യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്ത്രീയെ നോക്കുമ്പോൾ സ്ത്രീയുടെ അവസ്ഥ, അവൾ ചന്ദ്രൻ നിൽക്കുന്നു ശരിയാണ്, സൂര്യനെ ധരിച്ചിരിക്കുന്നു, നക്ഷത്രം കൊണ്ടുള്ള കിരീടം അവൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ 3 വിധമായ ബ്രൈറ്റ്നസ്, 3 വിധമായ തേജസ് അവളിലുണ്ട്. അപ്പോൾ തന്നെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവൾ വളരെ വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീയെ മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായത് സ്വർഗസ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിലും ഇതിൻ്റെ പദവി മഹത്വമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് തോന്നുമെങ്കിലും അവളുടെ അവസ്ഥ, അവളൊരു വലിയ വേദന ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് കർത്താവിൻ്റെ തിരുസഭയുമായി ബന്ധപ്പെട്ടതാണെന്നും ഈ ആൺകുട്ടി കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഗണം അഥവാ ജയം പ്രാപിച്ച വിശുദ്ധന്മാരാണെന്നും വ്യക്തമായി സമർപ്പിപ്പാൻ മതിയായ നിരവധി കാരണങ്ങൾ ഈ വിഷയം ആഴമായി പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ ക്ലാസ്സുകളിലും ഓർപ്പിച്ചതുപോലെ, ഒന്ന്, ഓരോ തിരുവെഴുത്തുകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ശരിയായ പൊരുളുകൾ പരിശുദ്ധാത്മാവിനാലാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനാൽ പൊരുളുകൾ ഗ്രഹിക്കാൻ കഴിയും. മറ്റൊന്ന്, അത് വചനവിരുദ്ധമായതൊന്നും അതിൽ കാണുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം പഠിക്കുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അത് എല്ലാം 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ പറഞ്ഞ് തീർക്കാൻ കഴിയുന്നതല്ലോ. അതുകൊണ്ട് ഓരോ ഭാഗം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഈ സ്ത്രീ സ്വർഗസ്ഥലത്താണ് കാണപ്പെടുന്നത്. കർത്താവിൻ്റെ തിരുസഭ ഇന്ന് ആത്മീയ ദൈവരാജ്യത്തിൽ ആത്മീയമായി സ്വർഗസ്ഥലത്താണെന്ന് തിരുവെഴുത്തിലെ തെളിവുകളിലൂടെ നാം മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. മറ്റൊന്ന് നാം ചിന്തിച്ചത്, മഹാസർപ്പം സ്വർഗത്തിലാണോ? നിശ്ചയമായും ആ സ്വർഗം ഏതാണെന്നും ആ സർപ്പത്തിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗമായി ചിന്തിക്കാം. എന്നാൽ അതിനു മുൻപ് ഈ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, സൗന്ദര്യവതിയായ ശോഭസമ്പൂർണയായ ഈ സ്ത്രീ നിലവിളിക്കുന്നത് എന്തിനാണ്? ആ സ്ത്രീ നിലവിളിക്കുന്നതിൻ്റെ പിന്നിലൊരു വലിയ കാരണമുണ്ട്. അവൾ ഗർഭവതിയാണ്. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പല ഗർഭങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ആഴമായി പഠിക്കുകയല്ല, എങ്കിലും ഈ സത്യങ്ങൾ ഗ്രഹിക്കേണ്ടത് കൊണ്ട് തിരുവെഴുത്തിൽ കാണുന്ന ഗർഭം എന്ന് പറയുമ്പോൾ എല്ലാം ഒരർത്ഥമൊന്നുമല്ല. ഇസ്രായേലിനെ കുറിച്ച് തന്നെ പറയുന്നത്, അവൻ നോവ് കിട്ടി പ്രസവിച്ചു, പക്ഷേ കാറ്റിനെ പ്രസവിച്ചു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാറ്റിനെ പ്രസവിച്ചതുപോലെ കാണും. പിന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ 1 ദിവസം കൊണ്ടുള്ള പിറവിയെക്കുറിച്ച്, ഒരു പ്രസവത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റൊന്ന് പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 33:11 വായിക്കുമ്പോൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും എന്നെഴുതിയിട്ടുണ്ട്. കൂടാതെ യെശയ്യാ പ്രവചനം 59:4 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അതേ വിഷയം തന്നെ സങ്കീർത്തനത്തിലും എഴുതിയിട്ടുണ്ട്. കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. പിന്നെ വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് അത് നിമിത്തമായിട്ട് അവർക്ക് സംഭവിക്കുന്നത് നീതികേടില്ലാതെയായി, സത്യം ഇല്ലാതെയായി. യെശയ്യാ പ്രവചനം 59:13 വാക്യങ്ങൾ മുതൽ നോക്കുമ്പോൾ അതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വ്യാജവാക്കുകളെ അവർ ഗർഭം ധരിച്ചു. സത്യം വീതിയിൽ ഇടർന്നു, നേരിന് കടപ്പാൻ കഴിയുന്നില്ല.
സത്യം കാണാതെയായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളെ കാണാൻ കഴിയും. പിന്നെ യാക്കോബ് 1:15 വായിക്കുമ്പോൾ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, അക്ഷരീയമായ ഒരു ഗർഭമോ അക്ഷരീയമായ ഒരു പ്രസവമോ അല്ല എന്ന് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ മറിയയിൽ ഉരുവായി, സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കുട്ടിയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, ഈ കുട്ടി പ്രസവിച്ച ഉടനെ പെട്ടെന്ന് മഹാസർപ്പം നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം, താൻ പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ട ഒരു വിശുദ്ധ പ്രജയാണെങ്കിലും 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് ക്രൂശിലെ പാടുകളെല്ലാം അനുഭവിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടതെല്ലാം നിവർത്തിച്ച് 3 ദിവസത്തോളം ഭൂമിയുടെ ആഴത്തിലിരുന്നിട്ട് അവൻ്റെ ശരീരം ദ്രവത്വം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് പിന്നെയും 40 ദിവസം ഈ ഭൂമിയിൽ സഞ്ചരിച്ചതിന് ശേഷം പെട്ടെന്നൊരു എടുക്കപ്പെടലല്ല യേശുക്രിസ്തുവിൻ്റെ ജനനശേഷം ഉണ്ടായതെന്ന് ബൈബിള് വായിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കുട്ടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താ? അവൻ പെട്ടെന്ന് എടുക്കപ്പെടുകയാണ്. ഈ മാൻ ചൈൽഡ്, ഈ കുട്ടി, ആൺകുട്ടി പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ സംഭവം നടക്കാൻ പോകുന്നത് ബൈബിള് വായിക്കുന്ന എല്ലാവർക്കും അറിയാം. കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സത്യസഭ മാത്രമാണെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതായത് ബൈബിളിൻ്റെ ആഴത്തെക്കുറിച്ചോ ആ സംഭവത്തെക്കുറിച്ചോ ശരിക്കും മനസ്സിലാക്കാതെ പറയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വളർന്നു, ജനിച്ച് വളർന്നു, ലോകത്തിൻ്റെ അവസ്ഥകൾ എല്ലാം മനസ്സിലാക്കി കഷ്ടങ്ങളുടെ പാതയിൽ കൂടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് എടുക്കപ്പെടുകയല്ലായിരുന്നു. അവൻ്റെ എടുക്കപ്പെടലിനെ കുറിച്ച് പോലും പറയുന്നത് രൂപാന്തരമലയിൽ, മറുരൂപമലയിൽ അഥവാ ഒലിവുമലയിൽ അവനായിരിക്കുമ്പോൾ ബഥാനിയോളം അവരെ കൊണ്ടുപോയി ബഥാനിയിൽ വെച്ച്, അഥവാ ബഥാനിയിൽ കാണപ്പെടുന്ന ഒലിവുമലയിൽ വെച്ച് അവനിതാ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവരുടെ കാഴ്ച ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടു പിരിഞ്ഞ് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ തിരുസഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന അങ്ങനെയല്ല. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നിന്ന് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാവർക്കും മനസ്സിലാകാവുന്ന സത്യമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിൽ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മലയാളത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് എന്ന് പറയുന്ന കൂടാതെ പിന്നെയും പറയുന്നു, കണ്ണിമയ്ക്കുന്നതിനിടയിൽ, കണ്ണ് ഇമ വെട്ടുന്നതിൻ്റെ ഇടയിലുള്ള ആ സമയം കൊണ്ട് എല്ലാവരും മറുരൂപമായി എടുക്കപ്പെടുകയാണ്. ഈ വിഷയം തന്നെയാണ് ഈ ആൺകുട്ടിക്ക് സംഭവിക്കുന്ന. പെട്ടെന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെടുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണമല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെയും മനസ്സിലാക്കാനുണ്ട്. ഈ സ്ത്രീക്ക് എന്ത് സംഭവിക്കുന്നു? അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. കന്യാമറിയോ അങ്ങനെ ഓടിപ്പോയതായിട്ടോ, പിന്നെ 1260 ദിവസം അവളെ അങ്ങനെ സൂക്ഷിക്കപ്പെട്ടതായിട്ടോ, അവളെ ഒഴുക്കിക്കളയാൻ മഹാസർപ്പം
തൻ്റെ വായിൽ നിന്ന് നദി പുറപ്പെടുവിച്ചായിട്ടൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലത്. ദൈവത്തിന് സ്തോത്രം. സ്ത്രീ എന്ന് പറഞ്ഞു, സന്തതി എന്ന് പറഞ്ഞു, സർപ്പം എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല ഇതാണെന്ന് സ്ഥാപിക്കുക. ഏതൊക്കെയോ അറ്റവും മുറിയോ ഒക്കെ ചേർത്ത് ഏതൊക്കെയോ പറഞ്ഞു കൊടുത്ത് ജനത്തെ വഞ്ചിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചാൽ എടുത്തുകൊള്ളപ്പെടുന്ന സഭ ആരാണെന്നും ആരാണ് ജയം പ്രാപിക്കുന്നത്, എങ്ങനെ ജയം പ്രാപിക്കണം, ആരാണ് എടുക്കപ്പെടുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയായ ഉപദേശത്തിലേക്ക് ജനം കടന്നു വരേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്ന ഇതൊക്കെ മഹാസർപ്പത്തിൻ്റെ വഞ്ചനയാണ്, ഉപദേഷ്ടാക്കന്മാരുടെ പെരുക്കവും അനേകരെ വഴിതെറ്റിക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഈ സ്ത്രീയെക്കുറിച്ച് ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അവൾ ഗർഭവതിയായി വേദനപ്പെട്ടു, നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിക്കും. ഇത് ദൈവസഭയുടെ യഥാർത്ഥമായൊരു അനുഭവമാണ്. അതായത് കർത്താവിൻ്റെ തിരുസഭയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ തിരുസഭ ദൃശ്യമായ ഒരു ഭാഗമുണ്ട്, അദൃശ്യമായ ഒരു ഭാഗവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതായത് സഭയിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ധാരാളം ജനങ്ങൾ എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവരെല്ലാവരും എടുക്കപ്പെടുവാൻ യോഗ്യരായിട്ടല്ല ജീവിച്ചത്. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും ചോദിച്ചു, ഞാൻ വടിയോടുകൂടെ വരണമോ? ദൈവത്തിന് സ്തോത്രം. സഭയിൽ വടിയോടുകൂടെ വരണമോ? കാരണം എന്താണ്? അവരിൽ പലരും പല നിലവാരത്തിലുള്ളവരായിരുന്നു. ചിലർ 2 പക്ഷക്കാരുണ്ടായിരുന്നു, ചിലർ ഈർഷ്യയുള്ളവരുണ്ടായിരുന്നു, ചില പിണക്കമുള്ളവരുണ്ടായിരുന്നു, ചിലർ ഉപദേഷ്ടാക്കന്മാരാകാൻ തക്കവണ്ണം അവർക്ക് അവർ അതുപോലെ കാര്യങ്ങൾ കേട്ടവരും സഭയിൽ അവർക്ക് പഴക്കവും ഉണ്ടെങ്കിലും അവർ ശിശുക്കളെ പോലെ കട്ടിയായ ആഹാരം ഭക്ഷിക്കാൻ കഴിയാത്തവർ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നത് ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നു. പാൽ കൊടുക്കുന്ന ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവർ നീതിയുടെ വചനങ്ങൾ കേൾക്കാൻ തക്കോണം അവർക്ക് കഴിവായിട്ടില്ല. അവരങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാൽ കുടിക്കുന്നവരാരാണെന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പാൽ കുടിക്കുന്നവൻ നോക്കിയാട്ട് 12 മുതൽ ഒന്ന് വായിച്ചിട്ട് 12. കാലത്തെ പാർത്താൽ ബോധകരായിരിക്ക വേണ്ടിയ മൂല ഉപദേശങ്ങളെ മറുപടിയും ഉപദേശിക്ക വേണ്ടിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവർ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. അവർക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാണ്. പക്ഷേ ഇപ്പോഴവരെ കുറിച്ച് പറയുന്നത് ആഹാരമല്ല, കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ ആവശ്യമായിരിക്കുന്നു. 13-ാം വാക്യം വായിക്കുമ്പോൾ പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ അറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ ഒരു ആത്മീയ പ്രായമുണ്ട്, ഒരു ആത്മീയ വളർച്ചയുണ്ട്. ഇപ്പോൾ സഭയിൽ ശിശുക്കളുണ്ട്, സഭയിൽ പിന്മാറ്റക്കാരുണ്ട്, സഭയിൽ വേണ്ടതുപോലെ വളരാത്തവരുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, പൂർണ്ണരാക്കപ്പെട്ടവരുണ്ട്. അഖായിലെ ആദ്യ ഫലം പെനത്തോസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യ ഫലം, ദൈവത്തിന് സ്തോത്രം. ക്ലെമന്റിനെ കുറിച്ച് പറയുമ്പോൾ ഏഷ്യയിലെ ഒരു ആദ്യ ഫലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ആദ്യ ഫലങ്ങളായിട്ട് പിന്നെ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരായിട്ട് അങ്ങനെയൊക്കെ വിശേഷിച്ച് ചിലരെ കുറിച്ച് പറയുമ്പോൾ ചിലരെ കുറിച്ച് വളരെ ഹീനമായിട്ട് സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സഭയിൽ ധാരാളം പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ തന്നെ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് കർത്താവ് തന്നെ ചേർത്തുകൊണ്ടിരുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ தேவனை துதித்து ஜனம் எல்லாரிடத்திலும் தயவு பெற்றிருந்தார்கள். സോറി 47-ാം വാക്യം. ரட்சிக்கப்படுகிறவர்களை கர்த்தர் அனுதினமும் சபையிலே சேர்த்துக் கொண்டு வந்தார். അനുദിനവും രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് തന്നെയാണ് ചേർത്തുകൊണ്ടിരുന്നത്, സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരെല്ലാം ചേർത്തുകൊണ്ട് അപ്പോൾ തന്നെ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായി തീരേണ്ട പലരും ശിശുക്കളായിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ആത്മീയ ജനനമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്, അതൊരു രക്ഷയുടെ തുടക്കമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇനിയും പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 1:4 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷ. ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷ. വിശുദ്ധ പൗലോസ് തൻ്റെ ശുശ്രൂഷകളൊക്കെ നിറവടിയായി നിവർത്തിച്ച് തൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ താൻ പറയുന്നത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് കർത്താവ് രക്ഷകനായി വരുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് അവിടെ നിന്ന് തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആദ്യരക്ഷയെക്കുറിച്ചല്ല, അന്ത്യരക്ഷ. ദൈവത്തിന് സ്തോത്രം. അപ്പം അതിൽ മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല എന്നും, നാം എല്ലാവരും പോകുമെന്ന് ചിലർ പറഞ്ഞ് ഈയല് പോലെ പോകുന്നു, ചിലർ പ്രാവിനെ പോലെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ബൈബിള് പറയുന്ന കർത്താവിൻ്റെ രഹസ്യവരവിൽ ഇങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. പിന്നെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ പെട്ടെന്ന് നാം എല്ലാവരും രൂപാന്തരപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവസഭയുടെ പ്രത്യാശ. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവസഭ എല്ലാ ജനങ്ങളെയും ചേർത്തല്ല പറയുന്നത്, ഇതിനകത്ത് ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൂർണ്ണമാക്കപ്പെട്ട ദൈവസഭ എന്ന് പറയുമ്പോൾ സഭയിലുള്ള എല്ലാ അംഗങ്ങളുമല്ല. സഭയിലെ അംഗങ്ങളെ പൊതുവെ ദൃശ്യമായ സഭ, പൊതുവെ സഭയെന്ന് പറയാം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി, ഒരു സ്ത്രീ, ഒരു 60 കിലോ 65 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. എന്നാൽ ആ ഒരു കുഞ്ഞിനെ എടുത്താൽ എത്ര വെയിറ്റ് കാണും? ഒരു എക്സാമ്പിളാണ്. ഇല്ലെങ്കിൽ ഈ വചനവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2.5 കിലോ 3 കിലോ കൊണ്ട് തൂക്കം കൂടുതലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ ആ പെർസെൻറ്റേജ് നമ്മൾ നോക്കിയാൽ ഇസ്രായേൽ ജനം 6 ലക്ഷത്തിലധികം പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്ത്രീകൾ, പിന്നെ കുട്ടികൾ. പാട്ടുകാരൻ പറയുന്നത് 600,000 പെരുകി 20 ലക്ഷമായി. ദൈവത്തിന് സ്തോത്രം. 20 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം എന്നൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. എത്ര ലക്ഷവും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇറങ്ങി പുറപ്പെട്ടവരിൽ അങ്ങ് ചെന്നവർ എത്ര പേരായിരുന്നു? 2 പേർ. ദൈവത്തിന് സ്തോത്രം. 2 പേർ മാത്രം. അവരെ നയിച്ച മോശ പോലും ദൂരത്ത് നിന്ന് കനാൻ ദേശം കണ്ടതേയുള്ളൂ. അപ്പോൾ അക്ഷരീയ ഇസ്രായേലിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ കാണുന്നവരെല്ലാം എടുക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഭയങ്കര ദുരുപദേശമാണെന്ന് ബൈബിൾ പഠിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അക്ഷരീയ ഇസ്രായേലും ആത്മീയ ഇസ്രായേലും ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ഇസ്രായേൽ ആരാണ്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിൻ്റെ രക്തത്താൽ കർത്താവിനെ സ്വന്തമാക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞ് രക്തത്താൽ സമ്പാദിച്ച ജനം. ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ കർത്താവ് സമ്പാദിച്ച കർത്താവിൻ്റെ ജനം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, സഭ പുറമേയുള്ള ഒരു ചട്ടക്കൂട് കൊണ്ട് തീരുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ അതിനുള്ളിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ വളർന്നു വരികയാണ്. ഒരു കൂട്ടം വിശുദ്ധന്മാർ വളർന്നു വരും. അതാണ് ദൈവത്തിൻ്റെ സഭ.
ദൈവത്തിന് സ്തോത്രം. സഭ ദൈവത്തിൻ്റെ വചനത്താൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്താൽ ഉരുവാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നതോടുകൂടിയാണ് സഭ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മ സഭയ്ക്ക് വേണ്ടിയ സഭയുടെ മറ്റൊരു പേരാണ് പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞത്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പെന്തി എന്ന് പറഞ്ഞാൽ 50 എന്ന സംഖ്യയാണ്. ദൈവത്തിന് സ്തോത്രം. 50 എന്ന സംഖ്യ. 50-ാം ദിവസം ഇസ്രായേൽ മക്കളുടെ ഉത്സവ ദിവസങ്ങളായിരുന്നു. 49 ദിവസം 49 ദിവസങ്ങൾ അവർ ഉത്സവം ആചരിക്കുന്നു. ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം 49-ാം ദിവസത്തിൻ്റെ പിറ്റേ ദിവസം 50-ാം ദിവസം. ഇനി ഒന്നും കൂടെ പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50-ാം ദിവസം. 2 വിധത്തിലും അത് 50-ാം ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഉത്സവത്തിൻ്റെ പിറ്റേനാൾ ആയതുപോലെ, അതായത് പെന്തിക്കോസ് നാൾ. പെന്തിക്കോസ് നാൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിലെ ഉത്സവ ദിവസമാണത്. അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് 40 നാൾ താൻ ഭൂമിയിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യഗണങ്ങൾക്ക്, മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടു, പിന്നെ ശിഷ്യന്മാർക്ക്, പിന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ, വാതിലടച്ചിരിക്കുമ്പോൾ അകത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ടു. ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ട് ചെന്ന് അവിടെ വെച്ച് ഇതാ എടുക്കപ്പെടുകയാണ്. അതിനുശേഷം പിന്നെയും 10 ദിവസം കഴിഞ്ഞു. പെന്തക്കോസ്ത് നാൾ 10 നാൾ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ എന്നോട് കേട്ടതായ പരിശുദ്ധാത്മാവിന് ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. അവിടെയും 40, 10, 50 ആ ദിവസത്തിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. 50-ാം ദിവസത്തിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഇല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മ സഭ എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ട സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. വേറെ ഒന്നുമില്ല അതിനകത്ത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സഭയാണ് ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നത്. പെന്തക്കോസ്ത് സഭയാണ് 1-ാം നൂറ്റാണ്ടിലുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. മറ്റ് പാരമ്പര്യ പട്ടത്വ സഭകളെല്ലാം 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പാരമ്പര്യമാണുള്ളത്. പാരമ്പര്യം പറഞ്ഞാൽ പെന്തക്കോസ്ത് സഭയാണ് 1-ാം നൂറ്റാണ്ടിൽ AD 30 ആരംഭിച്ച ദൈവസഭ. അവിടെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ആ സഭയുടെ മൂലക്കൽ ക്രിസ്തുയേശുവാണ്. പരിശുദ്ധാത്മാവിനാലാണ് സഭയുടെ പണി. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം തിരുവെഴുത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനാലാണ് ദൈവത്തിൻ്റെ സഭ ഉരുവാക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിനാലാണ് ദൈവത്തിൻ്റെ സഭ നടത്തപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സഭ പൂർണ്ണമാക്കപ്പെടണം. സഭയിൽ എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരല്ല. രക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ എല്ലാവരും കാണും. സ്നാനപ്പെട്ട കൂട്ടത്തിലും ചിലപ്പോൾ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ, അറിവായ ഒരു കുട്ടി സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ സഭയുടെ ഒരു വ്യക്തിയെ അംഗീകരിക്കുള്ളൂ. കാരണം അറിവായതിന് ശേഷം സ്നാനപ്പെട്ടില്ലെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ഈ പ്രമാണത്തിൽ വരാതിരിക്കുന്നു. അതുകൊണ്ടാണ്. മാത്രമല്ല, സ്നാനം എന്ന് പറയുന്നത് ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല നമുക്കറിയാം. വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, അത് ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്നാനപ്പെടാത്തവർക്ക് നമ്മൾ തിരുവത്താഴം പോലും കൊടുക്കാത്തത്. ദൈവത്തിന് സ്തോത്രം. തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ സ്നാനപ്പെട്ടവരായിരിക്കണം. കാരണം അറിവായതിന് ശേഷം അവർ സ്നാനപ്പെട്ടില്ല എങ്കിൽ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയിൽ അവർ എത്തിച്ചേർന്നില്ല. അറിവില്ലാത്തവരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. കാരണം കർത്താവ് എന്ത് പറഞ്ഞു? തിരുവെഴുത്ത് എന്ത് പറയുന്നു? അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:30. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ
അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുകയില്ല. പക്ഷെ അറിവായതിന് ശേഷമുള്ള കാലങ്ങളെ ദൈവം കണക്കിടും. അതിനുശേഷം സ്നാനം സ്വീകരിച്ചില്ല എങ്കിൽ അവരെ ദൈവത്തിൻ്റെ അംഗീകരണത്തിലില്ലാത്തവരായിത്തീരും. ഞാൻ പറഞ്ഞത്, സഭയിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കും, വലിയവരുണ്ടായിരിക്കും, ആത്മീയ ശിശുക്കളുണ്ട്, ആത്മീയമായി വളർന്നവരുണ്ട്, എല്ലാ തരത്തിലുള്ള മനുഷ്യരും സഭയിലുണ്ട്. പക്ഷെ എടുക്കപ്പെടുന്നവർ ഇവരിൽ കുറച്ചു പേർ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സർദീസിലെ സഭയെക്കുറിച്ചും പറയുന്നത്, ഉടുപ്പ് മലിനമാകാത്ത കുറച്ചുപേർ എനിക്ക് അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ കുറച്ചുപേർ, അവരെക്കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ചെറിയ ആട്ടിൻകൂട്ടം ആരാണെന്ന് തിരുവെഴുത്ത് മനസ്സിലാക്കി തരും. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ചെറിയ ആട്ടിൻകൂട്ടം, വലിയൊരു സമൂഹത്തെ കുറിച്ചല്ല, ചെറിയ ആട്ടിൻകൂട്ടം. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ? രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചിരിക്കുന്നവർ, കർത്തർക്ക് പ്രിയമാനവർ, ദൈവത്തെ പ്രിയപ്പെടുത്തി ജീവിച്ചവർ, ദൈവത്തെ പ്രസാദിപ്പിച്ചവർ. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 14:8 വായിക്കുമ്പോൾ കാലേബ് പറയുന്നത്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ആ കനാൻ ദേശം നമുക്ക് തരും. അക്ഷരീയമായ കനാനെ അവകാശമാക്കാൻ ഇസ്രായേലിന് കഴിയണമെങ്കിൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആത്മീയ കനാനാകുന്ന സ്വർഗീയ യെരൂശലേമിനെ അവകാശമാക്കണമെങ്കിൽ ദൈവപ്രസാദമില്ലാത്തവർക്ക് സാധിക്കുമോ? ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം? ദൈവത്തിന് സ്തോത്രം. ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുവാൻ ഒരുക്കപ്പെടണം. അങ്ങനെ ഒരു കൂട്ടരെ ഉരുവാക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എങ്ങനെ എഴുതിയിരിക്കുന്നത്? എൻ ചെറുപിള്ളകളെ, ക്രിസ്തു ഉங்களிடத்தில் ഉരുവാകുമല്ലവും ഗർഭവേദനപ്പെടുകേൻ. ഇവിടെ അപ്പോസ്തലന്മാർ ഒരു പ്രസവ വേദന അനുഭവിക്കുകയാണ്. ഒരു കുട്ടിക്ക് ജന്മം നൽകുവാൻ ഒരു അമ്മ വേദനപ്പെടുന്നത് പോലെ സഭയിൽ ഒരു വലിയ വേദന നടക്കുന്നു. എന്തിനാണ്? യേശു നമ്മിൽ ഉരുവാകുവാൻ. കർത്താവ് യേശു ക്രിസ്തു ഓരോ വ്യക്തികളിലും ഉരുവായിട്ടാണ് അവർ ആൺകുട്ടിയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെയും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഓർപ്പിക്കാം. അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്, അവൾ ഗർഭവതിയാണ്, അവളിൽ ഒരു ശിശുവുണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് വേദന. ഇല്ലെങ്കിൽ അവൾക്ക് ഈ വേദനപ്പെടേണ്ട ആവശ്യമില്ല. അവളിൽ ഒരു ആൺകുട്ടി ഉള്ളത് കൊണ്ടാണ് അവൾ സൂര്യനെ ധരിച്ചിരിക്കുന്നതും നക്ഷത്രങ്ങളെ കിരീടങ്ങളാക്കിയിരിക്കുന്നതും ചന്ദ്രന് നിൽക്കുന്നു. എങ്ങനെ അറിയാം? ആൺകുട്ടി എടുക്കപ്പെടുമ്പോൾ പിന്നെ അവളോടുകൂടെ നക്ഷത്രവും ഇല്ല, സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, അവൾ തന്നെ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൾക്ക് പിന്നെ അവൾ സ്വർഗത്തിലല്ല, ആത്മീയ സ്വർഗത്തിൽ നിന്ന് അവൾ മാറിപ്പോയി. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മീയ ദൈവരാജ്യത്തിൽ ഇപ്പോൾ അവൾ നിൽക്കുന്നത്, അഥവാ ദൈവത്തിൻ്റെ സഭ ഇന്ന് പരിപാലിക്കുന്ന എന്തുകൊണ്ടാണ്? ഒരു കൂട്ടം വിശുദ്ധന്മാർ അതിനകത്തുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. സോദോമിനെ നശിപ്പിക്കുമ്പോൾ അതിൽ എത്ര നീതിമാന്മാരുണ്ടെന്ന് ദൈവം നോക്കുകയാണ്. ആ നീതിമാനെ മാറ്റിയിട്ട് ആ ദേശത്തെ നശിപ്പിക്കും. ഇതുപോലെ ദൈവത്തിൻ്റെ സഭയെ ഇന്ന് ദൈവം സൂക്ഷിക്കുന്നത് ഇതിനകത്തൊരു കൂട്ടം വിശുദ്ധന്മാരെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭയ്ക്ക് ശരിക്കും കഷ്ടമുണ്ട്. കർത്താവിൻ്റെ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ, അഥവാ ആത്മീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതല്ല, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തന്നെ എടുക്കുമ്പോൾ നമ്മളിൽ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, എൻ്റെ പുറമേ ഉള്ള ഈ മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും അകത്തെ മനുഷ്യൻ, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പുറമേയുള്ള മനുഷ്യൻ
അഴിഞ്ഞു പോകും. உள்ளான மனுஷனானது நாளுக்கு நாள் புதிதாக்கப்படுகிறது. ഉള്ളാന മനുഷ്യൻ അത്ര ക്ലിയറായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അകത്തൊരു മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തെ ഒരു മനുഷ്യൻ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അകത്തെ ഒരു മനുഷ്യൻ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറമേ ഉള്ളത് ക്ഷയിക്കും. അതുകൊണ്ട് മീഖാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരിക്കൽ ഒരു കഷ്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവിനോട് സംസാരിച്ചൊരു വിഷയമാണ്. നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചുപോയോ? അകത്ത് രാജാവ്, ഉള്ളിൽ ഒരു രാജാവ്. ദൈവത്തിന് സ്തോത്രം. അതെ, പുറമേയുള്ളതല്ല, അകത്ത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം, അല്ലേ? ഉള്ളാന മനുഷ്യനിൽ വല്ലമയായി ബലപ്പെടും. അപ്പൊ ഉള്ളാന ഒരു മനുഷ്യൻ, അകത്ത് ഒരു മനുഷ്യനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അകത്ത് മനുഷ്യൻ വളർന്നു വരുന്ന ഒരു കൂട്ടം മനുഷ്യർ സഭയിലുണ്ട്. അകത്തെ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നവരും അകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരാണ് ദൈവപ്രസാദമില്ലാത്തവർ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവപ്രസാദമില്ലാത്ത ഒരു കൂട്ടരുണ്ട്. അവരാരാണ്? ഹൃദയ പിന്മാറ്റമുള്ളവർ. ദൈവത്തിന് സ്തോത്രം. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ ജീവിക്കാത്തവർ പിന്മാറ്റക്കാരെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവപ്രസാദമില്ലാത്തവർ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, സ്നാനപ്പെട്ടത് വിശ്വാസത്താലാണ്. എല്ലാ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശ്വാസത്താലാണെങ്കിൽ നീതിമാന്മാർ കർത്താവിനെ നോക്കി അന്ത്യം വരെയും വിശ്വാസം നിലനിൽക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 14:22 ദൈവത്തിൻ്റെ സഭയോട് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ, ശിഷ്യന്മാരുടെ മനസ്സിനെ വിശുദ്ധ പൗലോസ് ഉറപ്പിച്ചത് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിശ്വാസത്താൽ ഉരുവാക്കപ്പെടുന്ന ഒരു ആത്മ മനുഷ്യൻ ഓരോ വ്യക്തികളിലും വളരുന്ന പോലെ, അങ്ങനെയുള്ള ആത്മ മനുഷ്യന്മാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരാണ് ദൈവത്തിൻ്റെ സഭയുടെ കാതൽ. ഒരു വൃക്ഷം തന്നെ എടുത്താൽ അതിന് കാതലായ ഒരു വലിയ തടിയായിരിക്കും, പക്ഷെ അതിനുള്ളിൽ കാതൽ അല്പം മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയൊക്കെ എല്ലാ രംഗങ്ങളിലും നമുക്കറിയാം. ഒരു വാഹനം, ഒരു വലിയ വാഹനം, അതിൻ്റെ എൻജിൻ, ആ വാഹനം മൊത്തമില്ല, അതിനൊരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഇരിക്കുന്നത്. മോട്ടർ കറങ്ങുന്നു. ലീഫ് ഇങ്ങനെ വലിയ 42 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 39 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിനകത്തൊരു ചെറിയ മോട്ടറാണ് ഇരിക്കുന്നത്. ബൾബ് വലുതായിട്ട് കത്തുമ്പോഴും അതിനകത്തൊരു ചെറിയ ഫിലമെൻ്റ് ഉണ്ട്. എല്ലാം നമുക്ക് ലോകത്തെ നോക്കിയാലും മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങളെ നോക്കിയാലും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് ഈ സ്പീക്കർ വലിയൊരു പെട്ടിയാണ്, പക്ഷെ അതിനകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. ഈ ശബ്ദങ്ങളെയൊക്കെ വലുതാക്കി വിടുന്ന ആ മാഗ്നറ്റ് ചെറുതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിനകത്തൊക്കെ പ്രാധാന്യമുള്ള ഒന്നുണ്ട്. ദൈവത്തിൻ്റെ സഭ ഒരു പുറം ചട്ടക്കൂട് മാത്രമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഈ കൂടാരമായ ഭൗമഭവനം, തൻ്റെ ശരീരത്തെക്കുറിച്ച് പറയാണ് ഭൗമഭവനം. എന്നാൽ അതിനകത്ത് എന്തുണ്ട്? കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടി ഒരു മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അകത്ത മനുഷ്യൻ എന്നൊരു ഭാഗം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ സത്യം ഗ്രഹിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് സ്തോത്രം. അതിനു വേണ്ടി അവർ ഒരുങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിന് സഭയിലൊരു വേദനയുണ്ട്. വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു, കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അക്ഷരി യെരൂശലേമിലേക്ക് വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്ന വിശുദ്ധ പൗലോസ് ആത്മാവിനാൽ പോകുമ്പോൾ താൻ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 22-23 വാക്യങ്ങളിൽ അതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തങ്ങളുടെ മേൽ ആവസിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 4-ാം 8-9 വാക്യങ്ങളിലേക്ക് ഇതിൽ വരുമ്പോൾ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടമനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ സഭയിൽ കഷ്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് തൻ്റെ വിശുദ്ധന്മാരോട്, തന്നെ പിൻപറ്റിയവരോട് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 16-ാം 33-ാം വാക്യത്തിൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളികളായി തീരുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവർ കഷ്ടങ്ങളിലൂടെ ദൈവത്തിൻ്റെ സഭയെ പൂർണ്ണതയിലേക്ക് നടത്തുവാൻ കഷ്ടങ്ങളിലൂടെ ദൈവം നടത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പോലും എത്രയോ കഷ്ടങ്ങളിലൂടെ പോയാണ് സിംഹാസനത്തിലേക്ക് പോയത്. നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നുവെന്ന് 1 പത്രോസ് 2-ാം 20 വാക്യങ്ങളിൽ കാണുമ്പോൾ, ആ മാതൃകയിൽ എന്തൊക്കെയുണ്ട്? കർത്താവ് ജയാളിയായി തീരുവാൻ എങ്ങനെ പോയി? കഷ്ടങ്ങളിലൂടെ ക്രൂശ് ചുമന്നുകൊണ്ട് പോയി. ഇതുപോലെ ആ മോക്ഷത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദൈവം അനുവദിച്ച ഒരു ക്രൂശുണ്ട്. അത് അവർ തന്നെ ചുമക്കണം. ദൈവത്തിന് സ്തോത്രം. ക്രൂശ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ എന്നൊരു അക്ഷരത്തെ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. ഐ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എന്ന അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രോസ് ചെയ്യുന്നു. ഞാനില്ലാതെയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ശരിയായ ക്രൂശ് അനുഭവിക്കുവാൻ, ക്രൂശ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മിലുള്ള പല സ്വയങ്ങളും, നമ്മിലുള്ള പലതും ഞാൻ എന്ന ഭാവങ്ങളൊക്കെ അതിനെ ക്രോസ് ചെയ്യുകയാണ്. അതില്ലാതെയായിട്ട് അങ്ങനെ ഒരു പാതയാണ് യേശുവിൻ്റെ മാർഗം. നാം തിരഞ്ഞെടുക്കേണ്ടതായ മാർഗം അതാണ്. ഇവർക്ക് ഒരു നിലവിളിയുണ്ട് പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. ആ നിലവിളിയാണ് 2 കൊരിന്ത്യർ 5-4 കാണപ്പെടുന്നത്. ഒരു വാനല്ല, മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ദൈവസഭയുടെ ഞരക്കം അതാണ്. അഥവാ ആൺകുട്ടിയായി തീരേണ്ട ദൈവസഭയിൽ ഇങ്ങനെ ഒരു വേദനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ ലോകത്തിൻ്റെ സുഖങ്ങൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, ലോകത്തിൻ്റെ ആർഭാടങ്ങളൊന്നുമല്ല. അവർക്കൊരു ആത്മീയ സൗന്ദര്യമുണ്ട്. അതാണ് ആത്മീയ സിയോൻ, ആത്മീയ ചന്ദ്രൻ, ആത്മീയ നക്ഷത്രങ്ങൾ. ഇതിനാൽ അവർ ശോഭാ പരിപൂർണയായിരിക്കുന്നു. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഈ പുറമേ കാണപ്പെടുന്ന സഭയിൽ ഒരു അകമേയുള്ള മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെടുന്നു. എന്തിനു വേണ്ടിയുള്ള ഭാരം? എന്തിനു വേണ്ടിയുള്ള ഭാരം? സാലറി കൂട്ടിക്കിട്ടിയില്ലെന്നുള്ള ഭാരമാണോ? 3ാമത്തെ നില പണിഞ്ഞില്ലെന്നുള്ള ഭാരമാണോ? ഇപ്പോഴത്തെ മോഡൽ വണ്ടി വാങ്ങിച്ചില്ലെന്നുള്ള ഭാരമാണോ? ഏറ്റവും ലേറ്റസ്റ്റ് ആണോ? പിന്നെ എന്താ ഭാരം? ആ മീതെ ഉള്ളത് ധരിക്കുവാൻ, ഈ കൂടാരം വിട്ടുപോകുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ഞരക്കം. ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ശരീരം ഒരു മൺകൂടാരമാണ് പ്രിയരെ. ഈ മൺകൂടാരത്തെ എത്രയും മനോഹരമാക്കി തീർക്കുവാൻ മനുഷ്യൻ ആവോളം പരിശ്രമിക്കുമ്പോൾ ഇതിനകത്തുള്ളവനൊന്നും കൊടുക്കുന്നില്ല പലരും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസ് അകത്ത മനുഷ്യനെ വളർത്തിക്കൊണ്ടേരും. അതുകൊണ്ട് തൻ്റെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരുന്നു, ബലഹീനപ്പെട്ടുകൊണ്ടിരുന്നു. എങ്കിലും തൻ്റെ സന്തോഷം കുറയുകയല്ല, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളുടെ നിലവിളി എന്തിനു വേണ്ടിയെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ദൈവസഭയുടെ നിലവിളി. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ സത്യസഭയിൽ ഒരു നിലവിളിയുണ്ട്. അവർക്ക് പുറമെയുള്ള അലങ്കാരങ്ങളും ആർഭാടങ്ങളുമല്ല, അകമേ ഒരു സൗന്ദര്യമുണ്ട്. മാത്രമല്ല ആ സഭയിൽ ഒരു നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി?
ഒരു കൂട്ടം വിശുദ്ധന്മാർ രൂപാന്തരപ്പെടണം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്ന് പൗലോസ് പറയുന്നുള്ളൂ. മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനായിട്ട് ഞാൻ രാവും പകലും വളരെ താല്പര്യത്തോടെ പോരാടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ പ്രാർത്ഥന വിഷയങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇന്നത്തെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് ചിലപ്പോൾ അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് തോന്നിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ സമയമില്ല. കാര്യം മറ്റു വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് പലരുടെയും ജീവിതാവസ്ഥ. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോട് പ്രാർത്ഥിക്കും. എല്ലാവരും വിശ്വാസത്തിൽ സമ്പന്നരായി തീരണം, കൃപയിൽ വളരണം, വിശുദ്ധിയിൽ വരണം. ഉപദേശം അതായിരുന്നു. നമ്മുടെ ഇടയിലും ആദ്യകാലങ്ങളിലുള്ള പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം വിശുദ്ധി, ത്യാഗം, വിശ്വാസം, ഇതൊക്കെയായിരുന്നു. ഇന്നിത് പറഞ്ഞാൽ എത്രത്തോളം ശോഭിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധി, വിശ്വാസം, ത്യാഗജീവിതം, ഇതൊക്കെ മുഖമുദ്രയാക്കിക്കൊണ്ടായിരുന്നു ആദ്യകാല വിശുദ്ധന്മാർ തങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നത്. ദൈവസഭ അതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി ഞരങ്ങുന്നുവെന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. ദൈവത്തിന് സ്തോത്രം. സത്യസഭയിൽ ഇങ്ങനെ ഒരു ഞരക്കമുണ്ട്. ഒരാൺകുട്ടിക്ക് വേണ്ടി അവൾ നിലവിളിക്കുക. ഈ ആൺകുട്ടി ആരാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാണ്? ജയം പ്രാപിച്ച വിശുദ്ധന്മാർ. സഭയിലെ അംഗത്വമുള്ള ദൈവമക്കളെന്നല്ല, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച് തിരുവത്താഴം എടുത്തിട്ട് പിന്മാറിക്കൂടെ? ഇങ്ങനെയുള്ളവരും കൈവിടപ്പെട്ടു പോകാം. എന്നാൽ ഈ അനുഭവത്തിലേക്ക് വന്നിട്ട് തങ്ങളുടെ വേർപാടും ജീവിതം അനുഷ്ഠിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു, ഇതുകൊണ്ട് തീരുന്നില്ല. പിന്നെ ഈ ഉപദേശത്തിലൂടെ ക്രിസ്തു നമ്മിൽ വളർന്ന പൂർണ്ണപ്പെടണം. അതിനൊരു പ്രസവവേദന സഭയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വേദനപ്പെട്ട് ജീവിതത്തെ ഒരുക്കിയെടുക്കുകയാണ്. അങ്ങനെ പൂർണ്ണരാക്കപ്പെട്ട വിശുദ്ധന്മാർ, ജയാളികൾ, അവരാണ് സിംഹാസനത്തിലേക്ക് പോകുന്നത്. ഈ കുട്ടി ജയം പ്രാപിച്ച വിശുദ്ധന്മാരുടെ ഗണത്തിലാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഈ കുട്ടി പോയത് എവിടേക്കാ? സിംഹാസനത്തിലേക്ക്. ആരാ പോകുന്നത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന പോലെ തന്നെ. അങ്ങനെ ജയാളികളാണ് സിംഹാസനത്തിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സമൂഹം ലോകത്തിലുണ്ട്. എന്തിനു വേണ്ടിയാണ് അവരുടെ നിലവിളി? വിശുദ്ധിയുടെ തികവിന് വേണ്ടി, മറുരൂപമാക്കപ്പെടുവാൻ വേണ്ടി, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ വേണ്ടി നിലവിളിക്കുന്ന ഒരു സമൂഹം. അവരെവിടേക്ക് പോകുന്നു? സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നു. അവരാണ് ജയം പ്രാപിച്ച വിശുദ്ധന്മാരെന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരാൾ പറഞ്ഞ്, പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ ഭയങ്കര സംശയമാണ് ഈ കുട്ടിയെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് സഭകളിലൊക്കെ സംശയമുണ്ടെന്ന്. ഒരു സംശയമില്ല. വേദപുസ്തകം വിശ്വസിക്കുന്നവർക്ക് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ സംശയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞങ്ങ് അവർക്കൊന്നും അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരാൻ വേണ്ടി സംശയമാണ്, വലിയ പ്രയാസമാണ്. അങ്ങനൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. സത്യസഭ ആരാണ്, എന്താണെന്ന് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സിംഹാസനത്തിലേക്ക് ആരാണ് പോകുന്നതെന്ന് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുട്ടി പെട്ടെന്ന് എടുക്കപ്പെട്ടു, സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ അവളെ വിഴുങ്ങുവാൻ ഒരു മഹാസർപ്പം അവളുടെ മുമ്പിൽ നിൽക്കും. മഹാസർപ്പം വിഴുങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാൻ വേണ്ടി അലറുന്ന സിംഹത്തെ പോലെ സർപ്പം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അലറുന്ന സിംഹം പോലെ. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം അല്ലേ? തെളിந்த புத்தியுள்ளவராயிருங்கள், നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി ഒരു
ഒരു സിംഹം നിൽക്കുന്നത് പോലെ മഹാസർപ്പം തൻ്റെ തലകളുമായിട്ട് ഏത് വഴിക്കൂടെ വന്നാലും വിഴുങ്ങാനായിട്ട് 7 തലകളുമായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഒരു തല കൊണ്ടും അതിനെ വിഴുങ്ങാൻ സാധിക്കും. അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സഭയിൽ ഒരു വലിയ നിലവിളി നടക്കുന്നു. നിലവിളിക്കുന്നത് പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. അവർ കൃപയിൽ നിൽക്കുന്നതിനാൽ, സൂര്യനെ ധരിച്ചിരിക്കുന്നതിനാൽ, നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ചന്ദ്രനിൽ നിന്നുകൊണ്ട് സൂര്യനെ ധരിച്ചുകൊണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവുമായി നിൽക്കുന്ന ആ സ്ത്രീ, ആൺകുട്ടി ഉള്ളിടത്തോളം മാത്രമാണ് ആ മഹത്വവും സൗന്ദര്യവും ശ്രേഷ്ഠതയും സ്വർഗസ്ഥലവും. ആ കുട്ടിയുടെ ശ്രേഷ്ഠത അത്ര വിശേഷിക്കപ്പെട്ടതായതുകൊണ്ട് ആ സ്ത്രീയിൽ മറച്ച് ആ കുഞ്ഞിനെ സൂക്ഷിക്കുന്ന പോലെ ഒരു അമ്മയിൽ ഒരു കുഞ്ഞ് വളരുന്നത് ആ അമ്മയുടെ ഉള്ളിലാണ്, പുറമേയുള്ള സഭയ്ക്കുള്ളിലാണ് ഒരു കൂട്ടം വിശുദ്ധന്മാർ ദൈവം സൂക്ഷിക്കുന്നു. അവർ പുറമേ എല്ലാ രംഗങ്ങളിലും കാണപ്പെടുകയില്ല, അവരതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള വിശുദ്ധന്മാർ അവരിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് കുഞ്ഞാടുകളുടെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടിനെ പോലെ, മുള്ളുകളുടെ ഇടയിൽ താമരയെ പോലെ ദൈവത്തിൻ്റെ സഭയെ ദൈവം വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരെടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അവസ്ഥയെല്ലാം മാറുന്നു. പിന്നെ സിംഹാസനമോ സ്വർഗമോ ഒന്നും അല്ല കാണുന്നത്. പിന്നെന്താ കാണുന്നത്? ഈ മഹാസർപ്പം കുഞ്ഞിനെ വിഴുങ്ങാൻ സാധിച്ചില്ല എന്നുള്ള കോപത്തോടുകൂടെ അവിടുന്ന് പുറപ്പെടുകയാണ്. മഹാസർപ്പത്തെ ഭൂമിയിലേക്ക് തള്ളിക്കളയും. സ്ത്രീക്ക് സംഭവിക്കുന്ന അടുത്ത ഭാഗം എന്താണ്? കുട്ടി എടുക്കപ്പെട്ടതിന് ശേഷം സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. 6-ാം വാക്യം, സ്ത്രീയാനവൾ വനാന്തരത്തേക്ക് ഓടിപ്പോരാൾ. ദൈവത്തിന് സ്തോത്രം. അവിടെ അവളെ അതിന് ഒരു 20 അങ്ങ് കുറച്ച് എന്താ? ദൈവത്തിന് സ്തോത്രം. 1260 എന്നാണ് എൻ്റെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1260 ദിവസം 3.5 വർഷമാണ്. അത് കണക്ക് കൂട്ടി നോക്കിയാൽ യഹൂദ കലണ്ടർ അനുസരിച്ച് ഒരു മാസത്തിന് 30 ദിവസമാണ്. അങ്ങനെ 360 ദിവസമാണ് അവരുടെ കണക്ക് അനുസരിച്ച്. അങ്ങനെ നിങ്ങൾ 3.5 വർഷം 360 ഇൻറ്റു 3.5 നിങ്ങൾ ഗുണിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 3.5 വർഷം. ഇത്രയും ദിവസം അവൾ ഒരവസ്ഥയിൽ കാണപ്പെടുന്നു. ഇവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. ആത്മീയ ജീവിതത്തിൽ മരുഭൂമി എന്ന അവസ്ഥ, ദൈവത്തിന് സ്തോത്രം, എന്താണ്? പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ ഭൂമി ഒരു മരുഭൂമിക്ക് തുല്യമായി തീരും. ഈ ഭൂമിയുടെ അനുഗ്രഹവും പ്രത്യേകതയും ഒക്കെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. എത്രയോ വിശുദ്ധന്മാർ ദർശനങ്ങളിലൂടെ പോലും കണ്ടിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട ജീവിതം സമൃദ്ധി നിറഞ്ഞതായ ഒരു തോട്ടം പോലെ. പ്രവാചകൻ തന്നെ പറയുന്നത്, മരുഭൂമിയിൽ നീരൊഴുക്കുകളെ പകരും. നീരൊഴുക്ക് പകർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഭൂമി സമൃദ്ധിയായിത്തീരും. ആ നീരൊഴുക്ക് എന്നാ പകർന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു ഉത്സവത്തിൻ്റെ ഒടുവിലത്തെ നാളിൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയൊക്കെ പ്രസ്താവിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ നദി പോലെ. പരിശുദ്ധാത്മാവിനെ പല വിധത്തിൽ ബൈബിൾ പറയുന്നുണ്ട്. കാറ്റായിട്ടും പിന്നെ തീയായിട്ടും പിന്നെ വലിയ നദിയായിട്ടൊക്കെ പറയും. ദൈവത്തിന് മാത്രമല്ല പിന്നെയും
ഒരു പ്രാവിനെ പോലെ യോഹന്നാൻ കാണുന്നു. അത് സ്വഭാവവിശേഷത്തെയും നിർമ്മലതയെയും വിശുദ്ധിയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ തന്നെ ഏതിനെയും ദഹിപ്പിച്ച് കളയുന്ന ഒരു തീയെ പോലെയാണ്, ഒരു വലിയ കാറ്റിനെ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ ഒരു വലിയ നദിയെ പോലെ പറയും. അങ്ങനെ ആ വലിയ സമൃദ്ധിയുടെ അനുഭവം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അതായത് ആ നദി ഇല്ലാതെയായിത്തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു മരുഭൂമി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവിൻ്റെ തിരുസഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം പരിശുദ്ധാത്മാവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ആത്മാവും മണവാട്ടിയും എന്നാണ് പ്രത്യേകം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്ത് എന്ത് പറയുന്നു? വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് ആവർത്തിച്ചു പറയുന്ന ശബ്ദത്തിൻ്റെ പ്രതികരണം എവിടെയാണ് ഉണ്ടാകുന്നത്? ആത്മാവും മണവാട്ടിയും. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒടുവിലേക്ക് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറഞ്ഞ് കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. ഈ സമയം ജീവജലം സൗജന്യമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൃപാകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ ജീവജലമെല്ലാം നിന്നുപോകും. ഇവിടെ ഒരു വരൾച്ചയുണ്ടാകും. ആത്മാവും മണവാട്ടി എന്ന് പറയുന്നു, വരിക. ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദുഷ്ടദാസന്മാരെന്ത് പറയും? യജമാനൻ താമസിച്ചേ വരത്തുള്ളൂ, യജമാനൻ ഇപ്പോഴെങ്ങും വരത്തില്ല എന്ന് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിക്കാൻ തുടങ്ങും. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അറിയാത്ത സമയത്ത് യജമാനൻ വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നനയാത്ത നാഴിയിൽ കർത്താവ് ഒരു മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ലൂക്കോസ് 12:36 വായിക്കുമ്പോൾ യജമാനൻ കല്യാണത്തിന് പോയി വന്നുമുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവനെപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. വാതിൽ തുറക്കുവാൻ ഏത് സമയത്തും കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. നിങ്ങളുടെ വിളക്ക് അണഞ്ഞു പോകരുത്. നിങ്ങളുടെ അര കെട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ സഭയുടെ ഉണർവ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. യജമാനനെപ്പോൾ വരും എന്ന് കാത്തിരിക്കുന്ന ആളുകളോട് തുല്യരായിരിക്കുക. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ദൈവത്തിൻ്റെ സഭ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. പെട്ടെന്ന് എടുക്കപ്പെടും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടും. അതിനുശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലില്ല, വിശുദ്ധന്മാർ ഈ ഭൂമിയിലില്ല. ഭൂമി മരുഭൂമിയായിത്തീരുന്നു. അതിനുശേഷം സംഭവിക്കുന്ന എന്താണ്? സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആ യുദ്ധത്തിൽ സംഭവിക്കുന്നത് മഹാസർപ്പവും ദൈവത്തിൻ്റെ ദൂതന്മാരുമായിട്ടാണ്. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടുന്നു. 7-ാം വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യുദ്ധമുള്ള ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? ഇതേത് സ്വർഗമാണ്? ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് ഒരു വാക്ക് ഓർപ്പിച്ചുകൊണ്ട് നിർത്താം. ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥലങ്ങളിൽ ഒരു ദുഷ്ടാത്മസേന നിൽക്കുന്നതായിട്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എന്നിട്ട് പറയുന്നത് വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. ഈ സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ അവകാശ സ്ഥലമായ സ്വർഗസ്ഥലമല്ല. അവിടെ പിശാചിനിരിക്കാൻ സാധ്യമല്ല. അവിടെ പിശാച് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? തിരുവെഴുത്ത് എന്ത് പറയുന്നു? സ്വർഗരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണം. സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പിശാചിനെ കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ പോകത്തില്ല എന്നുള്ളത് സത്യമാണ്. സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാരുടെ അവകാശ സ്ഥലങ്ങളിൽ പിശാചിന് പോകാൻ സാധ്യമല്ല. പക്ഷേ ഈ ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലങ്ങൾക്ക് മുകളിൽ ഉയരത്തിൽ ഒരു സ്ഥലത്ത്, അഥവാ ഈ ദൂതന്മാർ വീണുപോയി പിശാചുക്കളായി ദൈവസഭയ്ക്ക് ലോകത്തിൽ
ഒക്കെ നാശമുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വഞ്ചനാപരമായ ധാരാളം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. തന്നിലേക്ക് ആളുകളെ കൂട്ടുവാൻ എന്തെല്ലാം ചെയ്യണോ, കർത്താവായ യേശുക്രിസ്തുവിനെ പോലും ലോകത്തിൻ്റെ മഹത്വങ്ങളെല്ലാം കാണിച്ചിട്ട് നീ ഒന്ന് നമസ്കരിച്ചാൽ, കൂടുതലൊന്നും വേണ്ട, ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ മോഹന വാഗ്ദാനങ്ങൾ നൽകി ലോകത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ട് സാത്താന്യ ആരാധനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന പ്രവൃത്തി കർത്താവിൻ്റെ അടുക്കൽ വന്ന് പരാജയപ്പെട്ടു. വിശുദ്ധന്മാരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഇനി ആരെയൊക്കെ കിട്ടുമെന്ന് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സാത്താന്യ സേനയിലെ അംഗങ്ങൾ, സാത്താന്യ ആരാധനയുടെ അംഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അവനെ ഒന്ന് ആരാധിച്ചാൽ ബിസിനസ് വലുതാകും, അവനെ ഒന്ന് ആരാധിച്ചാൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. എത്രയോ കോടീശ്വരന്മാർ, ലോക സമൂഹത്തിലെ ഉന്നതന്മാരൊക്കെ ഈ ആരാധനയിൽ പോയി കഴിയുകയാണ്. കാരണം ലോകത്തിൻ്റെ മഹത്വം കാണിക്കുന്നവരാണ് പിശാച്. ലോകത്തിൻ്റെ സൗന്ദര്യം, ലോകത്തിൻ്റെ ഇൻപങ്ങൾ, ലോകത്തിൻ്റെ അലങ്കാരങ്ങൾ, ലോകത്തിൻ്റെ ആർഭാടങ്ങൾ, ലോകത്തിൻ്റെ ഉല്ലാസങ്ങൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, ഇതെല്ലാം മനുഷ്യന് നൽകിയിട്ട് അവനെന്ത് ചെയ്യുന്നു? നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേകർ നിത്യ നരകത്തിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി പാതാളത്തെ വിട്ട് ഉയരത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വീണുപോയ ദൂതന്മാർ എവിടെയായിരുന്നു? എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം വായിക്കുമ്പോൾ അവർ വിശുദ്ധ ദേവപർവ്വതം എന്നൊരു സ്ഥലത്തായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഞാൻ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു എന്നാണ് എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ വിശുദ്ധ ദേവപർവ്വതത്തിലിരുന്ന ദൂതന്മാർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്തതിനാൽ 28-14 നീ വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ വസിച്ചിരുന്നു. ഇങ്ങനെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഉയരത്തിലൊരു സ്ഥാനമാണത്. അവിടെയാണ് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഉയർന്ന ഒരു സ്ഥാനത്ത് വിശുദ്ധ ദേവപർവ്വതം എന്ന് പറയുന്ന ഒരു പൊസിഷൻ. അവിടെയാണ് ദൂതന്മാർ സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കേണ്ട ദൂതന്മാർ അവിടെയായിരുന്നു. എന്നാൽ അവർ അത്യുന്നതനോട് സമനാകും, ദൈവസിംഹാസനത്തിൽ മീതെ കയറും. ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ കാണപ്പെടുന്നത് പോലെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കയറും, ഞാൻ അവിടെ ഇരുന്നരുളും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ ദൈവം വെട്ടി അവിടെ നിന്ന് ചിതറിച്ചു കളഞ്ഞു. അങ്ങനെ ചിതറപ്പെട്ടു പോയവർ പല സ്ഥാനങ്ങളിലായിട്ട് പ്രവർത്തിക്കുകയാണ്, പല വിധത്തിൽ. ദൈവത്തിന് സ്തോത്രം. നാം നേരത്തെയും ചിന്തിച്ചതുപോലെ നേവി, ആർമി, എയർഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ 4 ഫോഴ്സുകളാണ്. ഏതൊക്കെയാണ്? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന. ഓരോ സ്ഥാനം എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വിശുദ്ധന്മാരെ വിഴുങ്ങാൻ കഴിയുമോ, ദൈവമക്കളെ ചതിക്കാൻ കഴിയുമോ, വഞ്ചിക്കാൻ കഴിയുമോ, പുറകോട്ട് പിടിക്കും. ഇങ്ങനെ ഒരു ശക്തിയായിരുന്നു ഒരിക്കൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞത്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു അന്ധകാരത്തിൻ്റെ ലോകാധിപതിയാണ്. ഓരോ ദേശങ്ങളുടെ മേൽ അടക്കി വാഴുന്ന ദുഷ്ടശക്തികളുണ്ട്. ഓരോ രാജ്യങ്ങളുടെ മേൽ അടക്കി വാഴുന്ന ദുഷ്ടശക്തികളുണ്ട്. ചില പ്രത്യേക രാജ്യങ്ങളിൽ ചില ശക്തികളാണ് ഭരണം നടത്തുന്നത്. അവരുടെ കീഴിലുള്ളവരെ ഭരണത്തിൽ വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദേശത്തെയും രാജ്യത്തെയും സ്റ്റേറ്റുകളൊക്കെ അടക്കി വാഴുന്ന ചില ശക്തികളുണ്ട്. പേർഷ്യൻ രാജ്യത്തെ വടക്കി വാണിരുന്ന ഒരു പ്രഭു ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ലോകാധിപതികളുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഓരോ അധികാരങ്ങളിൽ നിന്ന് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചിലരുടെ മേൽ വാഴ്ച നടത്തുന്നു. ചില ശക്തികൾ എന്ത് ചെയ്യുന്നു? ഉയരത്തിൽ സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയായി അവർ കാണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരുടെ രൂപാന്തരത്തിനെതിരായി അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്ന തടസ്സമായി ചില മരിക്കുമ്പോൾ വലിയ പോരാട്ടം ഉണ്ടാകാറുണ്ടല്ലോ. ദുഷ്ടാത്മസേനകൾ അവരോട് പോരാടും. ദൈവത്തിന് സ്തോത്രം. മോശയുടെ അടുക്കൽ ചെന്നിട്ട് ശരീരത്തിന് വേണ്ടി പോരാടിയെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി ശരീരത്തെങ്കിലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ സാത്താൻ ഒരു വിശുദ്ധന്മാർക്കെതിരായി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക. സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന, വിശുദ്ധന്മാർ വസിക്കുന്ന
ആ പുതിയ യെരൂശലേം സിയോനെ കുറിച്ചോ ആ സ്വർഗരാജ്യത്തെക്കുറിച്ചോ അല്ല അത് പറയുന്നത്. ഏദൻ തോട്ടം ദൈവമുണ്ടാക്കിയതായിരുന്നു. ദൈവമുണ്ടാക്കിയ അതേ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട അതേ മനുഷ്യനെ വഞ്ചിക്കുവാൻ സർപ്പം എവിടെയാണ് ചെന്നത്? തോട്ടത്തിന് വെളിയിലല്ല, തോട്ടത്തിനകത്താണ്. ഇതുപോലെ ആത്മീയ ദൈവരാജ്യത്തിൽ, അതുകൊണ്ടാണ് യോബിനെ വഞ്ചിക്കുവാനായിട്ട് പരീക്ഷിക്കുവാനായിട്ട് പോയ സാത്താൻ ആദ്യം എവിടെ ചെന്നത്? ദൈവസന്നിധിയിൽ ചെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവഭക്തന്മാർ ദൈവസന്നിധി നിൽപ്പാൻ ചെന്നപ്പോൾ പുള്ളിക്കാരനും എനിക്ക് തോന്നുന്നു മുംബൈ തന്ന പുള്ളിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവർ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ദിവസം ദൈവഭക്തന്മാർ 1 അയ്യോബ് 1:6 ஒரு நாள் தேவபுத்திரர் கர்த்தருடைய சந்நிதியில் வந்து நின்றபோது சாத்தானும் அவர்கள் நடுவில் வந்து நின்றான். അറ്റത്തൊന്നുമല്ല, ഒരു സൈഡിലൊന്നുമല്ല, പുള്ളി നടുവിൽ ചെന്ന് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തന്മാർ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ സാത്താനുകളുടെ നടുവിൽ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സാത്താന് ചില അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, സാത്താൻ അങ്ങ് ഓവർടേക്ക് ചെയ്ത് ദൈവസിംഹാസനത്തിൽ നിന്ന് കയറാൻ പറ്റുമെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ വസിക്കുന്ന സ്വർഗത്തിൽ അവരിയ്ക്കാൻ പറ്റുകയില്ല. പക്ഷേ ദൈവം അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുവദിക്കും. ദൈവത്തിന് സ്തോത്രം. ലഹ്യോൻ ബാധിച്ച ആ മനുഷ്യൻ അവസാനം കർത്താവിനെ പറഞ്ഞയക്കുമെന്ന് മനസ്സിലായപ്പോൾ പാതാളത്തിലോട്ട് വിടരുതേ, പാതാളത്തിലോട്ട് വിടരുത്. പാതാളം പിശാചിനും പേടിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവസാനം ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാനൊരു അനുവാദം തരണമേ. കർത്താവ് എന്ത് ചെയ്തു? പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് അനുവദിക്കുന്ന ചില മേഖലകളിൽ അവന് പ്രവർത്തിക്കാം. ഒന്ന്, ഈ ഭൂമിയിൽ സഭയായിരിക്കുന്നിടത്തോളം പല രംഗങ്ങളിലും പലരെ വഞ്ചിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഇന്ന് ലോകം എവിടെ കിടക്കുകയാണ്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സർവഭൂമിയും ദുഷ്ടൻ്റെ അധീനതയിൽ. 19-ാം വാക്യം, സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ. എങ്ങനെ ദുഷ്ടൻ്റെ അധീനതയിലായി? ദൂതന്മാരുടെ പാപത്താൽ മാത്രമാണോ? ആദാം പാപം ചെയ്തതിനാൽ ആദാമിൻ്റെ കെയർ ഓഫിൽ ഭൂമിയിൽ ദുഷ്ടൻ്റെ അധീനതയിലായി. ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? പിശാചിനെ കുറിച്ചാണ്. ഇന്ന് പിശാചിൻ്റെ അധീനതയിൽ ഭൂമി ആയിരിക്കുന്നു. എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരും കൂടെ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ വരും. അതെപ്പോഴാണ്? ഈ മഹാസർപ്പത്തെ അന്ധകാരത്തിന് കീഴിൽ അടച്ചു പൂട്ടുന്ന ഒരു ദിവസമുണ്ട്. അഗാധത്തിൻ്റെ കീഴിൽ ചങ്ങലയിട്ട് 1000 വർഷത്തേക്ക് പൂട്ടുമെന്നാണ് വെളിപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ. അനന്തരം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നിട്ട്, ഒറ്റ ദൂതൻ, മുഴുവൻ ലോകത്തെ തെറ്റിക്കുന്ന സാത്താനെ ബന്ധിക്കാൻ ആര് മതിയായിരുന്നു? ഒറ്റ ദൂതൻ. അപ്പോൾ ദൂതന്മാരുടെ ശക്തി എത്ര വലുതാണ്! ദൂതന്മാരാൽ കാവൽ ചെയ്യപ്പെടുന്ന ദൈവമക്കൾ എത്ര ശ്രേഷ്ഠരാണ്! ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം അവന് ചില പ്രവർത്തന മേഖലകളുണ്ട്. ആയതുകൊണ്ട് സഭയിൽ പല രംഗങ്ങളിലും ചിലപ്പോൾ ഈ സാത്താൻ പല വിധത്തിൽ പ്രവർത്തിക്കുക. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. ഉപായം, തന്ത്രം, ആഴം, ഗർജനം, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് എത്രയോ ഉപദേഷ്ടാക്കന്മാർ ദുരുപദേഷ്ടാക്കന്മാരായി തീർന്നത്. അനേകർ വഞ്ചിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അശുദ്ധാത്മാക്കൾക്ക് അധീനരായിത്തീരുന്നു. പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും ദൈവമക്കളെ വഞ്ചിക്കുവാൻ, തെറ്റിക്കുവാൻ. നീതിയുടെ ശുശ്രൂഷകർ ആരായിത്തീരുന്നു? കപടവേലക്കാരായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. വെളിച്ചദൂതൻ എന്ന് പറയുന്നത് ചില പറയും, ഇന്നാൾക്ക് വെളിച്ചദൂതനാണ്. വെളിച്ചദൂതൻ ദൈവസന്നിധി നിൽക്കുന്ന ദൂതന്മാരാണ്, ദൈവത്തിൻ്റെ തേജസ്സുള്ള ദൂതന്മാരാണ്. പക്ഷെ ആ വേഷം ആര് ധരിക്കും? പിശാച് ധരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വേഷം കെട്ട് പാതാളത്തിലെ ഒന്നാണ്, സാത്താൻ ചെയ്യുന്ന ഒന്നാണ്. കപടവേഷം ധരിക്കുന്നു, കപടഭക്തി ധരിക്കുന്നു, കപടവിശുദ്ധി ധരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെള്ളതേച്ച ശവക്കല്ലറകളെ നിങ്ങൾക്ക് കഷ്ടമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ്. ആകയാൽ ദൈവത്തിൻ്റെ സഭയിലും ചിലപ്പോൾ പിശാച് പല വിധത്തിൽ പ്രവർത്തിക്കാം. സഭ എടുക്കപ്പെട്ടാൽ പറ്റുകയില്ല. കാരണം എന്താണ്? ഇവിടെ ആരൊക്കെയുണ്ട്? പൂർണ്ണരാക്കപ്പെട്ടവർ മാത്രമല്ല, പിന്നെ എല്ലാവരും ഉണ്ട്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എല്ലാവരും ഉണ്ട്. ആരാധനയ്ക്ക് വരാത്തവരുണ്ട്, സാക്ഷി പറയാത്തവരുണ്ട്, തിരുവത്താഴ് എടുക്കാത്തവരുണ്ട്, അല്ലേ? എത്രയോ നല്ലോണം ആരാധിച്ചിരിക്കുന്നവർ തിരുവത്താഴ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വാക്കൗട്ട് നടത്തും, അല്ലേ? കാര്യം എന്താണ്? അവർക്കറിയാം മനസാക്ഷിയില്ല,
എനിക്ക് എടുക്കാൻ യോഗ്യതയില്ല, പ്രാഗൽഭ്യമില്ലെന്നൊക്കെ അറിയാം. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നാണ് ഭൂമിയിലെ സഭ. അവിടെ ഉപദേശമുണ്ട്, പ്രതിഷ്ഠയുണ്ട്, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനം അവിടെയുണ്ട്, മൂലക്കല്ലെല്ലാം ഉണ്ട്. പക്ഷേ എടുക്കപ്പെടുന്നവരെല്ലാവരും എടുക്കപ്പെടുകയില്ല. ഒരു കൂട്ടം വിശുദ്ധന്മാർ മാത്രമാണ് എടുക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. മഹാസർപ്പം ഇതാ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയാണ്. എപ്പോഴാണ്? ഇതുവരെ അവൻ സ്വർഗസ്ഥലങ്ങളിൽ കാണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഭ സ്വർഗസ്ഥലങ്ങളിലായിരിക്കുന്നതിനാൽ അവരെ ഉപദ്രവിക്കുവാൻ, അവരെ തകർക്കുവാൻ, അവരെ വിഴുങ്ങിക്കളയുവാൻ മഹാസർപ്പം പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ പിന്നൊരു യുദ്ധമുണ്ടാകുന്നു. ഈ ഉയരത്തിലുള്ള മണ്ഡലത്തിൽ ഒരു യുദ്ധമുണ്ടാകുന്നു. മഹാസർപ്പത്തോട് മീഖായേലും അവൻ്റെ ദൂതന്മാരും പടവെട്ടുന്നു. അതിനുശേഷം എന്താണ് ഇരിക്കുന്നത്? 8-ാം വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസേന കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞു. സഹോദരന്മാരെ കുറ്റം ചുമത്തുക, സഹോദരിമാരെ കുറ്റം ചുമത്തുക, മറ്റുള്ള അവരുടെ ഇവരുടെയും കാര്യങ്ങൾ നോക്കി ഇനി ഞാൻ ഫെയ്ത്വമിൽ വരുന്നില്ല. അവിടെ അങ്ങനെയുള്ളവരുണ്ട്, ഇവിടെ ഇങ്ങനെയുള്ളവരുണ്ട്, ഇവിടെ ജീവിക്കാത്തവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ യൂദയെ ആദ്യം തന്നെ നശിപ്പിക്കാമായിരുന്നു. പക്ഷേ കർത്താവ് അനുവദിച്ച് പലരും അതിനകത്തുണ്ട്. കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില കളകളെയും ദൈവം അനുവദിച്ചിട്ടുണ്ട്. നല്ലത് മാത്രം ശരി. സ്വർഗരാജ്യം എല്ലാ വക മീനും പിടിച്ച വലയോട് സദൃശ്യം. എല്ലാ വക മീനും അതിനകത്തുണ്ട്. എന്നാൽ അവസാനം നല്ലതിനെ മാത്രം ചേർക്കും, ചീത്തയെല്ലാം എടുത്തുകളയും, നല്ല കതിരിനെ മാത്രം ചേർക്കും, കളകളെ ചുട്ടുകളയും. അങ്ങനെ ഒരു സംഭവം വരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തമായിട്ട് സാത്താനെ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ്? 13-ാം വാക്യം വായിക്കുമ്പോൾ, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അവിടെയാണ് ഉപദ്രവകാലം ആരംഭിക്കുന്നത്. സഭയിൽ നിന്ന് കൈവിടപ്പെട്ടു പോയവരാണ് ഈ സന്തതിയുടെ ശേഷിപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. അഭിഷേകമില്ലാതെ വിശുദ്ധന്മാരില്ലാത്ത സ്ഥലത്ത് ഈ സഭ കാണപ്പെടുന്നു. അവർ കൈവിടപ്പെട്ടവരാണ്. മഹാസർപ്പം അവരെ ഉപദ്രവിക്കുന്നു. ആ ഉപദ്രവകാലം പിന്നെ ആരംഭിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കർത്താവ് അനുവദിക്കുന്ന പോലെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിനിടയിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ തേജസ്സേറിയ ശരീരം പ്രാപിക്കേണ്ടതിന് വേണ്ടി അവർ അവരോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു ആലയത്തിന് വേണ്ടി വേദനപ്പെട്ട് നിലവിളിക്കുന്ന പോലെ സഭയിൽ ഒരു നിലവിളി നടക്കുന്നു. രൂപാന്തര ശരീരം പ്രാപിച്ച് കർത്താവിനോട് ചേർക്കപ്പെടുവാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗം വെളിപ്പെടും. ലോകസംഭവങ്ങൾ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യേശു വരാറായി പൂർണ്ണത പ്രാപിച്ച് ഉപദേശത്തിൽ വന്നതുകൊണ്ടല്ല, സഭയിൽ വന്നതുകൊണ്ടല്ല, സഭയിലെ ഒരു അംഗത്വമായി തീർന്നുകൊണ്ടല്ല, ലഭിച്ചിരിക്കുന്ന ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ത്യാഗജീവിതം ചെയ്ത് വിശുദ്ധ ജീവിതം ചെയ്ത് കഷ്ടതകളിലൂടെ കടന്നുപോയി വിശുദ്ധിയും ഉപദേശത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് സിയോനെ ലക്ഷ്യമാക്കി പരിശുദ്ധ യെരൂശലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓട്ടമോടുന്നവർ, നല്ല പോർ പൊരുതുന്നവർ, വിശ്വാസം കാക്കുന്നവർ, നല്ല ഓട്ടത്തെ ഓടി പൂർണ്ണപ്പെടുന്ന തൻ്റെ വിശുദ്ധന്മാർ തൻ്റെ അടുക്കൽ ചേർക്കപ്പെടും. ആ നാളെ ഏറ്റവും ആസന്നമായിരിക്കുന്നു. സിയോനെ പടുന്നതിൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനായിരിക്കുന്ന കർത്താവ് തൻ്റെ ജനത്തെ ചേർക്കുവാൻ സിംഹാസനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം വെളിപ്പെടും. ആസൂദനം അടുത്തിരിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ.